ഭാഗ്യലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഈ മൊഴികൾ നേരത്തെ മൊഴിമാറ്റിയ വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നെങ്കിലും മൊഴിയുടെ പൂർണ്ണരൂപം നമുക്ക് കിട്ടുന്നു. പോലീസിന് ഇവർ കൊടുത്ത മൊഴി അക്ഷരാർത്ഥത്തിൽ ഈ കേസിൽ 8ാം പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന നടനെതിരെയുള്ള മൊഴികളായിരുന്നു. ആ മൊഴികളിൽ പലരും പച്ചയ്ക്ക് കത്തിക്കും ഈ നടിയെ എന്ന് AMMയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് തന്നോട് പറഞ്ഞുവെന്ന് ഒരു കാലത്ത് ഈ നടിയുടെ ആത്മസുഹൃത്തായിരുന്ന ഭാമ തന്നെയാണ് പോലീസിന് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. പക്ഷേ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കോടതിയിൽ എത്തിക്കുമ്പോഴും ഈ നടി നിലപാട് മാറ്റുകയാണ്. പവർ ഗ്രൂപ്പിന്റെ സ്വാധീനമല്ലേ ഭാഗ്യലക്ഷ്മി? അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതിനേക്കാൾ, ഈ പവർ ഗ്രൂപ്പ് എന്നുള്ള വാക്ക് നമ്മൾ ഇപ്പോഴാണല്ലോ ഉപയോഗിക്കുന്നത്, അതിന്റെ ഈ ഗ്രൂപ്പിന്റെ സ്വാധീനമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇത് ആ ഒരു വ്യക്തിയുടെ സ്വാധീനമായിരുന്നു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ടുള്ള ചർച്ചയില് അന്ന് അവളോടൊപ്പം നിൽക്കാതിരുന്ന സ്ത്രീകളെല്ലാം ഇന്ന് പുറത്തേക്ക് വരുന്നു. ഇതെല്ലാം പുറത്തേക്ക് വരേണ്ട കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് നേരെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അന്ന് നമ്മൾ ഇത് പറഞ്ഞപ്പോ ഇതേ നടിമാർ അന്ന് എന്താ പറഞ്ഞത്? ഇങ്ങനെയൊന്നും മലയാള സിനിമയിൽ സംഭവിക്കുന്നേ ഇല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്കാർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. ഇന്നലെ പറഞ്ഞു നമുക്ക് അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും അനുഭവം ഉള്ളവർ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കണം എന്ന് ഇന്നലെ മെനഞ്ഞാന്നും ഓരോ നടിമാര് പറയുന്നത് ഞാൻ കേട്ടു. അന്ന് അവൾ അത് പറയുമ്പോ അവളോട് പുച്ഛമായിരുന്നു, അവളെ പരിഹസിക്കുകയായിരുന്നു ഇവരെല്ലാവരും കൂടി. എന്തായിരുന്നു അന്ന്? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന എല്ലാവരും അന്ന് അവളോടൊപ്പം നിന്നിരുന്നെങ്കിൽ അവൾക്ക് എന്തുമാത്രം ശക്തി കിട്ടുമായിരുന്നു? ഇന്ന് പുറത്തേക്ക് വന്ന് പറയുന്നവര് അന്നും ഇന്നും ഈ പവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഇവരെന്തുകൊണ്ടാണ് അന്ന് മാറി നിന്നത്? അപ്പൊ അവർ പവർ ഗ്രൂപ്പിന്റെ ഇതുകൊണ്ടല്ല, അവർക്ക് അന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായി. ഇനിയിപ്പൊ ഇവരുടെയൊക്കെ കൂടെ പോയിട്ടേ പറ്റൂ. ഇവിടെ സത്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇപ്പൊ അവർ പറയുന്നു ഇത് തന്നെ ആ 7 കൊല്ലം മുമ്പ് ഞങ്ങളെല്ലാം നിന്നോടൊപ്പം ഉണ്ട് എന്ന് ഒരു വാക്ക് ഒരു നടി പറഞ്ഞോ? ഭാഗ്യലക്ഷ്മി, ഇതിലൊരു കാര്യം കൂടിയുണ്ട്. മറൈൻ ഡ്രൈവിൽ അന്ന് നടന്ന സമ്മേളനം ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ഭാഗ്യലക്ഷ്മി. ഈ മൊഴി മാറ്റിയ മുഴുവൻ ആളുകളും പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി മാറ്റി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന് ശേഷമാണ് കോടതിയിൽ പോയി ആ മൊഴികൾ തള്ളിപ്പറഞ്ഞത്. ഭാഗ്യലക്ഷ്മി, മൊഴികൾ തള്ളുക മാത്രമാണോ? എന്ത് നട്ടാ കിളുക്കാത്ത നുണയാണ് അവര് കോടതിയിൽ പറഞ്ഞത്. ഇവരൊക്കെ ഒരു പെണ്ണിനെ ദ്രോഹിക്കുകയായിരുന്നു അവിടെ വെച്ചെന്ന് ഇവരാരും മനസ്സിലാക്കിയില്ല. എത്ര മോശമായിട്ടാണ് ഇവരെല്ലാവരും എല്ലാ സത്യങ്ങളും മൂടി വെച്ചുകൊണ്ട് ഇവരെല്ലാവരും സംസാരിച്ചത്. ഇപ്പൊ അവർക്ക് മനസ്സിലായോ? ഇനി കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോ പലരും പതുക്കെ പുറത്തേക്ക് വരുന്നു. അതാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും മറുപടി പറയണം, എല്ലാത്തിനും മറുപടി പറയണം. കാലം ഇവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നുവല്ലേ? പറയിപ്പിക്കും. അന്ന് നമ്മൾ പറയില്ലേ, അവള് കൊളുത്തിവിട്ട ഒരു തീയുണ്ടല്ലോ, അതാണ് ഇപ്പോഴും ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ AMM എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഇടവേള ബാബു അടക്കമാണ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടെന്നും ഒരു മുൻവൈരാഗ്യമുള്ളതായി തനിക്ക് തോന്നിയെന്നും ആ രീതിയിൽ തല്ലുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുവെന്നതും പോലീസിൽ മൊഴി കൊടുത്തിട്ട് അതൊക്കെ ഞാൻ മറന്നുപോയി, അതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ല എന്ന രീതിയിൽ കോടതിയിൽ മൊഴി കൊടുക്കുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെയൊക്കെ ഇപ്പോഴും നമ്മൾ ആ സ്ഥാനത്ത് കാണുകയും അവരൊക്കെ ഇപ്പോഴും ലൈംലൈറ്റിൽ തുടരുകയും ചെയ്യുകയാണ് ഭാഗ്യലക്ഷ്മി. അതെ, ഇപ്പൊ എല്ലാവരും മാറിയല്ലോ. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്? നമ്മളെല്ലാം എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ നിൽക്കും, നമുക്കെതിരെ ആരും ഒന്നും മിണ്ടില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. എല്ലാവർക്കെതിരെയും എല്ലാ കാര്യങ്ങളും പുറത്തു വരും എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയല്ലോ. അത് മതി, എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു ഭാഗ്യലക്ഷ്മി. ശക്തമായ പ്രതികരണങ്ങളാണ്. ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ WCCയുടെ നിലപാടിനോട് ഐക്യപ്പെട്ടവർക്ക് ഇപ്പോൾ പുറത്തിറങ്ങി ധൈര്യമായി നടക്കാമെന്ന നിലയിൽ മാത്രമല്ല സമൂഹം അവരുടെ പിന്നിൽ അണിനിരക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.